അടിച്ച് പരത്തി ഇതേപോലെ ഡിസൈൻ ആക്കി എടുക്കാം. നമ്മുടെ ബാങ്ക് കാർഡ് വഴി ക്യാഷ് പേ ചെയ്യാവുന്നതാണ്. പിന്നെ ഒന്നും നോക്കുവാനല്ല, കുറച്ചു നേരം പേടിയോടെ ഗ്ലാസ് വാക്ക് വേയിലൂടെ നമുക്ക് നടക്കാം. അത്രമാത്രം ഹയസ്റ്റ് പോയിന്റിലാണ് ഈ ഒരു വാക്ക് വേ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ നഗരത്തെ അതിമനോഹരമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. താഴോട്ട് നോക്കിയാലും സൈഡിലോട്ട് നോക്കിയാലും എല്ലാം അതിമനോഹര കാഴ്ചകളാണ്. ആകാശക്കാഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ നടക്കാം. അപ്പോൾ കാണുവാൻ കഴിയും ടവർ ബ്രിഡ്ജിൽ ജോലി ചെയ്ത ആളുകളുടെ ഡ്രസ്സുകളും അവരുടെ സ്റ്റൈലുകളും എല്ലാം തന്നെ. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന പണിയായുധങ്ങളും ബോൾട്ട്, നെട്ട് തുടങ്ങിയുള്ള എല്ലാ വസ്തുവകകളും അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. സാധാരണ ജോലിക്കാരുടെയും മേധാവികളുടെയും ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി PPE കിറ്റുകൾ എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആശാന്മാർ ഇപ്പോഴും ലണ്ടൻ ബ്രിഡ്ജ് പണിതുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞില്ലേ? എന്നാൽ നമുക്ക് നേരെ താഴേക്ക് പോകാം. ലിഫ്റ്റ് വഴിയോ നടന്നോ. അങ്ങനെ നമ്മൾ താഴത്തെ നിലയിലെത്തി എന്ന് പറഞ്ഞാൽ റോഡിലെത്തി. അപ്പോൾ നമുക്ക് ദേ ഇങ്ങനെ നീല ലൈൻ വരച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഈ ഒരു ലൈനിന്റെ നടുക്ക് കാണുന്നത് അവിടെ വർക്ക് ചെയ്തിരുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഈ ഒരു നീല വര നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എൻജിൻ റൂമിലേക്കാണ്. ഈ ഒരു ലൈൻ പോകുന്നത് പോലെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ നമുക്ക് ഈസി ആയിട്ട് എൻജിൻ റൂമിൽ എത്തിച്ചേരുവാൻ സാധിക്കും. പിന്നെ മറക്കണ്ട, ആദ്യം എടുത്ത കയ്യിൽ വെച്ച ആ ടിക്കറ്റില്ലേ, ആ ഒരു ടിക്കറ്റ് തന്നെ വേണം ഈ ഒരു എൻജിൻ റൂമിൽ കയറുവാനായിട്ട്. അതുകൊണ്ട് ടിക്കറ്റ് കളയാൻ പാടില്ല. സദാസമയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എൻജിൻ നമുക്ക് കാണുവാൻ സാധിക്കും. അന്നത്തെ കാലത്ത് ഇത് പ്രവർത്തിച്ചിരുന്നത് കൽക്കരി കൊണ്ടാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇത് പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. എന്തൊക്കെയായാലും സംഭവം സ്റ്റീം എൻജിൻ തന്നെ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് നടക്കാം. അന്നത്തെ കാലത്തെ സ്പാനറുകളും മറ്റും ദേ ഭിത്തിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അന്നത്തെ മേധാവികളുടെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ബുക്ക് കാണാം. ഈയൊരു വെയിറ്റ് കണ്ടല്ലോ, ദിവനാണ് ഈ പാലത്തിനെ പൊക്കുന്നതും താഴ്ത്തുന്നതും. ഈ തൂക്കിയിട്ടിരിക്കുന്നത് 2 വെയിറ്റുകളാണ്. ഇവ ഓരോന്നും 100 ടൺ വെച്ചിട്ടാണ് ഓരോന്നിന്റെയും വെയിറ്റ് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്ലേസിലേക്ക് പോവാം. ലണ്ടൻ ടവർ ബ്രിഡ്ജിന്റെ സോവർണിയർ ഷോപ്പിലേക്ക് നമുക്ക് കയറാം. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ടവർ ബ്രിഡ്ജിനോട് ബന്ധപ്പെട്ട പിക്ചറുകൾ പതിപ്പിച്ച സാധനങ്ങളാണ് സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാം. പർച്ചേസ് എല്ലാം കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക്. ടവർ ബ്രിഡ്ജ് അതിമനോഹരമായി എനിക്ക് തോന്നിയത് ഈയൊരു പൊസിഷനിൽ നിന്ന് നോക്കിയപ്പോഴാണ്. കഴിയുമെങ്കിൽ ടവർ ബ്രിഡ്ജിന് അടിയിൽ കൂടി ഒരു ബോട്ട് യാത്ര കൂടി എടുക്കുക. അത് സൂപ്പറാണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലണ്ടൻ ബ്രിഡ്ജിനെ ടവർ ബ്രിഡ്ജിനെ മനോഹരമായിട്ട് ആസ്വദിക്കാം. താങ്ക്സ്.